നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ ആചാര്യ വിഷ്വൽ മീഡിയ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ചാനലിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം വരുന്നത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. എന്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ചില രാശിക്കാർക്ക് സമയം കൊള്ളില്ലെങ്കിൽ അവരെന്തെങ്കിലും സംരംഭങ്ങൾ നേരത്തെ തുടങ്ങി വയ്ക്കണം. ചില രാശിക്കാർക്ക് ആ സമയമാണ് നല്ലതെങ്കിൽ അവർ സ്പീഡ് കാണിക്കരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഫലത്തെ പറയുന്നതിൻ്റെ കാരണം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് വിഷുഫലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയണം. കാരണം സൂര്യഭഗവാനെ ആസ്പദമാക്കിയാണ് ജ്യോതിഷം നിലനിൽക്കുന്നത് തന്നെ. മലയാളികൾ ചിങ്ങമാസം 1-ാം തീയതിയായിട്ടും ലോകമെമ്പാടുമുള്ളവർ ജനുവരി മാസം 1-ാം തീയതി ജനുവരി പുതിയ വർഷമായിട്ടും, അപ്പോൾ ചിങ്ങം പുതുവർഷമായിട്ട് മലയാളികളാണെങ്കിൽ ജനുവരി പുതുവർഷമായി ലോകമെമ്പാടും ഉള്ളവരും ജ്യോതിഷികളും അതുപോലെ ആചാര്യന്മാർ മേടമാസത്തെ തൊട്ടാണ് പുതുവർഷമായിട്ട് കാണുന്നത്. അതാണ് വിഷുഫലത്തിൻ്റെ പ്രാധാന്യം. പ്രപഞ്ചത്തിൽ തന്നെ മാറ്റം വരും. കാരണം സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് മേടമാസം. മേടമാസം തൊട്ട് മീനമാസം വരെ ഒരു വർഷത്തെ ഫലമാണെങ്കിലും മേടമാസത്തിൻ്റെ പ്രാധാന്യം സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന കാലയളവാണ്. ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുറേ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. സൂര്യൻ ഉച്ചത്തിൽ വരെയല്ലേ. അപ്പോൾ ചില രാശിക്കാർക്ക് നെഗറ്റീവ് ഫലത്തെയും കൊടുക്കും. ഇന്ന് നമ്മൾ ചിങ്ങരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. ചിങ്ങരാശിപ്പെടുന്ന നക്ഷത്രങ്ങൾ പൂരം, ഉത്രം, ഉത്രത്തിൻ്റെ കാൽഭാഗം, പൂരം, മകം. അപ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ്. കാരണം കഴിഞ്ഞ പീരീഡിൽ കണ്ടകശനി ഉണ്ടായിരുന്നു. ആ കണ്ടകൻ തീർന്നിട്ട് അഷ്ടമശനിയിലേക്ക് പ്രവേശിക്കുകയാണ്. അഷ്ടമശനി അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ കണ്ടകശനിയുടെ അത്ര ദോഷം ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടകശനിയുടെ പകുതി ദോഷമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിലും നമുക്ക് 50% മാറി കിട്ടി. ജ്യോതിഷത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന വ്യാഴനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം 11ലേക്ക് വരികയാണ്. അപ്പോൾ 11ലേക്ക് വ്യാഴം എത്തുകയാണ്. 11-ാം വ്യാഴം. വ്യാഴത്തിന് ഏറ്റവും സ്ഥാനബലമുള്ള സ്ഥലമാണ് 11. എത്ര കണ്ട് ജാതകദോഷമുള്ളവർക്കും എത്ര കണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്കും 11-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിത ധന നേട്ടം വരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ശനിയുടേതായ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും വ്യാഴം നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. 11-ൽ വ്യാഴം വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനങ്ങൾ കിട്ടും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലിക്കയറ്റം കിട്ടും. പുതിയ ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടം വരും. വിദേശത്തോ അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ സാധിക്കുകയും അവിടെ പോയാലൊട്ടവർക്ക് ജോലി ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേ അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാലഘട്ടമാണ്. പഠിക്കുന്ന കുട്ടികളാവട്ടെ, അവർക്ക് നല്ല റിസൾട്ട് കിട്ടും, അവർക്ക് സന്തോഷം കിട്ടും, സ്കോളർഷിപ്പോടുകൂടിയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ സൗഭാഗ്യപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്കിതാ വരാൻ പോവുകയാണ്. അപ്പോൾ ശനിയുടെ ചെറിയ തടസ്സമുണ്ട്. അഷ്ടമശനി രൂപത്തിൽ ശനി നിൽക്കുകയാണെന്ന് അറിയണം.
അപ്പോൾ ആ ശനിക്കായിട്ട് ശനിയുടെ ചെറിയ ചെറിയ തടസ്സം പറഞ്ഞതിനെ വകവയ്ക്കരുത്. അപ്പോൾ നമ്മൾ അപ്പോഴും പിന്മാറരുത്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ശനി തരും, അതിനെയൊന്നും വകവയ്ക്കാതെ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ യഥേഷ്ടം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജീവിത വിജയം വരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഈ വർഷം വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് എന്തുകൊണ്ടും ഭാഗ്യദായകം സമയമാണ്. നിങ്ങൾ ഈ ഒരു വർഷം വേസ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ എന്തിനാണ് ഇത് അഡ്വാൻസായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസായിട്ട് പറഞ്ഞു തരണേ. ഒരു വർഷം നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഓരോന്നും ചെയ്യാതെ ഇരുന്നിട്ട് സമയം കളയുക. നമുക്ക് ശരിക്കും നമ്മൾ ജീവിതയാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരം നല്ല ഹൈവേ കിട്ടുകയാണ്. ആ ഹൈവേയിലും ഞാൻ മറ്റേ റോഡിൽ 40-ലാണ് പോയത്, അതുകൊണ്ട് ഹൈവേയിലും 40-ലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തൊന്നും എത്താൻ പറ്റത്തില്ല. നല്ല റോഡ് വരുമ്പോൾ സ്പീഡ് കൂട്ടുകയും ഗട്ടർ റോഡ് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ശരിക്ക് ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ്. ആ ഡ്രൈവിംഗ് ആണ് ജീവിതം. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 40,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്വാൻസായിട്ട് പരിഹാരങ്ങൾ ചെയ്യണേ. കാരണം പലർക്കും നമ്മളെ യഥാസമയത്ത് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ കിട്ടാതെ വരുന്നത് കൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലൈവായിട്ട് തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് യഥാസമയത്ത് അറിയണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ തന്നെ വിദേശത്തുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും വിദേശത്ത് ദുബായിൽ തന്നെ ഒരു കൺസൾട്ടേഷൻ സെൻ്ററുണ്ട്. കരാമയ്ക്കടുത്ത് കരാമയിൽ തന്നെ ശരിക്ക് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്നൊരു സ്ഥാപനമുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ചാനൽ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും നമ്മളിപ്പോൾ നിങ്ങളെ ചിലപ്പോൾ സൗകര്യത്തിന് നിങ്ങൾ അടുത്ത് തന്നെ നമ്മളെ കിട്ടാനും ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാ ചിങ്ങരാശിക്കാർക്കും പുതുവർഷം അല്ലെങ്കിൽ ഈ വിഷുഫലം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.